നമസ്കാരം. അധികാരമോഹം എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു വീക്ക്നെസ് ആണ്. വെനിസിലേക്കിട്ട് പണിത് അതേ നാണയം എടുത്ത് ഇറാനു നേരെ പ്രയോഗിക്കാം എന്നതായിരുന്നു ട്രംപിന്റെ കണക്കുകൂട്ടൽ. പക്ഷേ ട്രംപിന്റെ ആ നമ്പർ ഇറാൻ ചെലവായില്ല. ഇറാനിലെ ഒരു വിഭാഗം ജനങ്ങളെ ഇളക്കിവിട്ട് ആഭ്യന്തര പ്രക്ഷോഭം സൃഷ്ടിച്ച് ഇറാനെ ഇപ്പോ അവസാനിപ്പിക്കാമെന്നായിരുന്നു ട്രംപിന്റെ പ്ലാനിങ്. പക്ഷെ ആ പ്ലാനിങ് മുഴുവനും ഇറാൻ ഭരണകൂടം തകർത്ത് കാറ്റിൽ പറത്തി. കുട്ടനാടുകളെ കൊണ്ട് കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായായ ട്രംപിന്റെ വാക്കുകേട്ട് തെരുവിലിറങ്ങിയ ട്രംപിന്റെ കിങ്കരന്മാരെ എങ്ങനെ നിലയ്ക്കു നിർത്തണമെന്നത് ഇറാൻ ഭരണകൂടത്തിന് കൃത്യമായി അറിയാമായിരുന്നു. ഇറാൻ ഭരണകൂടത്തിന്റെ നടപടി കണ്ടു നിൽക്കുന്നവർക്ക് ക്രൂരത എന്ന് തോന്നാമെങ്കിലും കാലഘട്ടത്തിന്റെ അനിവാര്യതയായിരുന്നു അത്. ട്രംപിന്റെ വാക്കുകേട്ട് ഭരണകൂടത്തെ തകർക്കാനായി ഇറങ്ങിയവരെ ക്രൂരമായി തന്നെ ഇറാൻ നേരിട്ടു. ഒടുവിൽ ട്രംപിന്റെ കുടില ബുദ്ധി മനസ്സിലായ ജനത ഭിന്നതകളെ മറക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ ട്രംപിനോടുള്ള ഇറാന്റെ നിലപാട് വ്യക്തമായിരിക്കുകയാണ്. വെറുതെ ഇറാനെ ലക്ഷ്യം വെച്ചാൽ അത് യുദ്ധത്തിലെ കലാശിക്കൂ. യുഎസുമായുള്ള സംഘർഷത്തിനിടയിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിടുന്നത് ഒരു വലിയ യുദ്ധത്തിൽ മാത്രമേ ചെന്ന് അവസാനിക്കുകയുള്ളൂ. ഈ മുന്നറിയിപ്പ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ ഇറാന് നേരെ അനീതിയോടെയുള്ള ആക്രമണം ഉണ്ടായാൽ പ്രതികരണം അതികഠിനമായിരിക്കും. ഇതാണ് ഇറാൻ ഇപ്പോൾ നൽകുന്ന താക്കീത്. പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിക്കെതിരായ ഏതൊരു ആക്രമണവും ഇറാനെതിരായ ഒരു വലിയ യുദ്ധത്തിന് തുല്യമായിരിക്കും. ഇതാണ് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയതും. ഇറാനിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അമേരിക്കൻ സർക്കാരും സഖ്യകക്ഷികളും ദീർഘകാലമായി ഏർപ്പെടുത്തിയിരുന്ന ശത്രുതയും മനുഷ്യത്വരഹിതമായ ഉപരോധങ്ങളുമാണ്. അതിനെ ഇറാൻ ഭരണകൂടത്തിന്റെ തലയിൽ ചുമത്താമെന്നുള്ളത് ട്രംപിന്റെ വെറും തെറ്റായ ധാരണയാണ്. ആ ശ്രമം നടക്കുകയുമില്ല. കഴിഞ്ഞ ദിവസം പ്രക്ഷോഭകർക്ക് മുന്നറിയിപ്പുമായിട്ടുള്ള അലി ഖമേനി രംഗത്തെത്തിയിരുന്നു. രാജ്യദ്രോഹികളുടെ നട്ടല്ലൊടിക്കുമെന്നാണ് ദേശീയ ടെലിവിഷനിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രക്ഷോഭത്തിൽ മരണങ്ങൾ ഉണ്ടായതിന് കാരണക്കാരൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. രാജ്യദ്രോഹത്തിന്റെ നട്ടല്ലൊടിച്ചതുപോലെ രാജ്യദ്രോഹികളുടെയും നട്ടല് ഇറാൻ ഒടിക്കും. അക്കാര്യത്തിൽ ഇനി മാറ്റമൊന്നുമില്ല. രാജ്യത്തെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ രാജ്യത്തിനുള്ളിലെ ക്രിമിനലുകളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നതുമില്ല. അന്താരാഷ്ട്ര ക്രിമിനലുകളെ വെറുതെ വിടില്ല എന്ന് ഖമേനി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. വിലക്കയറ്റത്തിനെതിരെ സമാധാനപൂർവ്വം നടന്നിരുന്ന പ്രക്ഷോഭത്തെ US റാഞ്ചി എന്നാണ് ഇറാന്റെ ആരോപണം. അത് ആരോപണം മാത്രമല്ല, കൃത്യമായ സത്യം കൂടിയാണ്. പ്രക്ഷോഭത്തിലുണ്ടായിരുന്ന മരണങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും ഇറാനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെയും പേരിൽ ട്രംപ് കുറ്റക്കാരനാണെന്നും ഖമേനി പറയുന്നു. ഇല്ലാത്ത ആരോപണങ്ങൾ ഇറാനു നേരെ കെട്ടിച്ചമയ്ക്കാൻ ട്രംപിനൊരു വല്ലാത്ത വൈദഗ്ധ്യമാണ്. ആ വൈദഗ്ധ്യം ഇറാനു നേരെ എടുത്താൽ അത് ചെലവാവില്ല എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്.